എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കുണ്ടലിനി ഉണർത്തൽ അല്ലെങ്കിൽ കുണ്ടലിനി അവേക്കിംഗ് ആണ് ഈ കാലഘട്ടത്തിലെ ഒരു ട്രെൻഡ്. നിങ്ങളിൽ എത്ര പേർ ഇതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്? ഒരു മാസം കൊണ്ട്, ഒരു ദിവസം കൊണ്ട്, ഒരു മണിക്കൂർ കൊണ്ടൊക്കെ കുണ്ടലിനി ഉണർത്തുന്ന പാക്കേജുകൾ ഇവിടെ കറങ്ങി നടക്കുന്നുണ്ട്. ഇക്കാലത്ത് തങ്ങളും കുണ്ടലിനി ഉണർവ് എന്ന പ്രക്രിയയിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്ന് പലരും അവകാശപ്പെടുന്നുമുണ്ട്. ഇതിൻ്റെയൊക്കെ ഫലമായി ആത്മീയ മനോരോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് സത്യം. മനുഷ്യജന്മത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം തന്നെ കുണ്ടലിനിയെ ഉണർത്തി ജീവാത്മ പരമാത്മ ഐക്യം അനുഭവിക്കുക, ആനന്ദിക്കുക എന്നത് തന്നെയാണ്. അതെങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് യോഗശാസ്ത്രം വളരെ വ്യക്തമായി പറയുന്നുമുണ്ട്. അതിനു വിരുദ്ധമായി താൽക്കാലിക ലാഭങ്ങൾക്കും സിദ്ധികൾക്കും വേണ്ടി കുണ്ടലിനിയെ തൊട്ടുകളിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെയാണ് കുണ്ടലിനി സിൻഡ്രോം എന്ന് വിളിക്കുന്നത്. മനുഷ്യജന്മത്തിലെ എല്ലാ ആത്മീയ പുരോഗതിയെയും മരവിപ്പിക്കാനോ സ്തംഭിപ്പിക്കാനോ ഇല്ലാതെയാക്കാനോ ഈ കുണ്ടലിനി സിൻഡ്രോമിന് സാധിക്കും. അതായത് ആ വ്യക്തിയുടെ ആത്മീയ പുരോഗതി അവസാനിക്കും അല്ലെങ്കിൽ ഇല്ലാതെയാകും എന്നർത്ഥം. തെറ്റായ രീതിയിൽ കുണ്ടലിനിയെ സമീപിച്ചാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. യഥാർത്ഥത്തിൽ കുണ്ടലിനി ഉണർവ് എന്നത് എല്ലാവരും പരിശ്രമിക്കേണ്ട ഒരു പ്രക്രിയയല്ല. പണ്ട് കാലത്ത് ഇത് യോഗികൾക്ക് വേണ്ടി മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നു. എന്നാൽ ആധുനിക കാലത്ത് യോഗയെക്കുറിച്ചുള്ള അറിവുകൾ വർദ്ധിക്കുകയും സോഷ്യൽ മീഡിയ പോലുള്ളവ വരികയും ചെയ്തപ്പോൾ കുണ്ടലിനിയെക്കുറിച്ച് ആളുകൾ കൂടുതലായി ചിന്തിക്കാൻ തുടങ്ങി. വളരെ നിഗൂഢമായ പ്രക്രിയയാണെങ്കിലും തങ്ങളുടെ കുണ്ടലിനിയെ ഉണർത്തുകയും നിരവധി ശക്തികളുടെയും ഊർജ സ്രോതസ്സുകളുടെയും ഉടമകളായി മാറിയെന്ന് പലരും അവകാശപ്പെടുകയും ചെയ്തു. കുണ്ടലിനിയെ ഉണർത്തുമ്പോൾ ദൈവിക മനുഷ്യരായി മാറുമെന്ന് പലരും വിശ്വസിക്കാൻ തുടങ്ങുന്ന രീതിയിൽ ഇതിൽ നിന്ന് ലഭിക്കുന്ന ശക്തികളെക്കുറിച്ചുള്ള കഥകൾ പടർന്നു. എന്നാൽ ഈ പ്രക്രിയ മൂലമുണ്ടാകുന്ന അപകടകരമായ ദോഷങ്ങളെക്കുറിച്ച് ആരും സംസാരിക്കുകയോ മുന്നറിയിപ്പ് നൽകുകയോ ചെയ്യുന്നില്ല എന്നതാണ് ഇതിൻ്റെ എല്ലാം പോരായ്മ. ഒരാളുടെ കുണ്ടലിനി ഉണർന്നു കഴിഞ്ഞാൽ അയാൾ ദിവ്യത്വം പ്രാപിക്കുന്നു. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? ഒരു വ്യക്തിയുടെ കുണ്ടലിനി ഉണർന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഊർജം വർദ്ധിക്കുന്നു. എന്നാൽ ഈ ഊർജം അവൻ്റെ സ്വയം വികാസത്തിനും ആത്മീയ അറിവിനും വേണ്ടിയുള്ളതാണ്. പ്രപഞ്ചത്തിലെ ഏത് ഊർജവുമായും സമ്പർക്കം പുലർത്താനോ ബന്ധം സ്ഥാപിക്കാനോ അവൻ പ്രാപ്തനാകുന്നു. എന്നാൽ ഇത് സത്യത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. മുൻകാല യോഗികൾക്ക് ഇതിൻ്റെ അപകടം അറിയാമായിരുന്നു. അതിനാൽ അവർ അതിനെക്കുറിച്ചൊന്നും പരസ്യമായി സംസാരിച്ചില്ല. കുണ്ടലിനി ഉണർവ് എന്നാൽ നിങ്ങളുടെ ശരീരത്തിലുള്ള അനന്തമായ ഊർജ ശേഖരത്തെ നിങ്ങൾ ഉണർത്തുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. എന്നാൽ നിങ്ങൾക്കത് സന്തുലിതമാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ അപകടകരമാണ്. ഒരു ചെറിയ അശ്രദ്ധ പോലും ഉണ്ടായാൽ നഷ്ടം വളരെ വലുതാണ്. അന്വേഷിക്കുന്നവൻ്റെ മുഴുവൻ നിലനിൽപ്പും അതോടുകൂടി അപകടത്തിലാകും. അപ്പോൾ പിന്നെ അവരെ രക്ഷിക്കാൻ ആർക്കും സാധ്യമാകുകയില്ല. ഇങ്ങനെ താൽക്കാലികമായി ആരെങ്കിലും കുണ്ടലിനിയെ ഉണർത്തിയാൽ പോലും ദൈവികതയിൽ എത്തുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. മിക്കവർക്കും ഈ ഊർജത്തെ കൈകാര്യം ചെയ്യാൻ കഴിയാതെ അതിൻ്റെ ദൂഷ്യഫലങ്ങളുടെ ഇരകളായി തീരുകയാണ് പതിവ്. അതുപോലെ മറ്റൊരു വിശ്വാസമാണ് യാതൊരു മാർഗനിർദ്ദേശവുമില്ലാതെ തന്നെ കുണ്ടലിനിയുടെ ഉണർവ് നടത്താം എന്നുള്ളത്. യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ കുണ്ടലിനി ഉണർവ് മികച്ച വിദഗ്ധരായ യോഗികൾക്ക് പോലും ചെയ്യാൻ കഴിയാത്ത ഒരു പ്രക്രിയയാണ്. മാർഗനിർദ്ദേശമില്ലാതെ അത് ചെയ്യുന്നത് നിങ്ങളുടെ മരണത്തിനോട് മല്ലിടുന്നതിന് തുല്യമാണ്. ഒരിക്കൽ ഈ പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞാൽ അത് നിർത്തുന്നത് അസാധ്യവും അപകടകരവുമാണ്. ഒരു തെറ്റായ ചുവടുവെപ്പ് പോലും ഒരാളെ ഭ്രാന്തനും രോഗിയും മാനസിക വിഭ്രാന്തിക്ക് അടിമയും ആക്കും. വിചിത്രമായ കാര്യങ്ങൾ കാണുക, ശരീരത്തിൻ്റെ ഭയാനകമായ മാറ്റങ്ങൾ, ജീവശക്തി ദുർബലമാകുക, നെഗറ്റീവ് എനർജികളുടെ രൂപം കാണുക എന്നിവയൊക്കെ സാധാരണമാണ്. ശാരീരികവും മാനസികവുമായി ഉണ്ടാകുന്ന ചില ലക്ഷണങ്ങളെക്കുറിച്ച് ഇനി പറയാം. കുണ്ടലിനി ഉണർവ് മൂലം ചിലപ്പോൾ അനിയന്ത്രിതമായ ചലനങ്ങൾ, വൈകാരിക പ്രക്ഷോഭം, ഉറക്കമില്ലായ്മ, സെൻസറി ഓവർലോഡ്, വികാരങ്ങളുടെ വേലിയേറ്റം, ശാരീരിക രോഗങ്ങൾ എന്നിവ പോലുള്ള തീവ്രമായ ശാരീരികവും മാനസികവുമായ ലക്ഷണങ്ങളിലേക്ക് നയിച്ചേക്കാം. ഈ ലക്ഷണങ്ങൾ അമിതമായേക്കാം. കൈകാര്യം ചെയ്യാൻ പരിചയസമ്പന്നനായ ഒരു ഗുരുവിൻ്റെ പിന്തുണ ആവശ്യമായി വന്നേക്കാം. ഇനി ഇതുമൂലമുണ്ടാകുന്ന ആത്മീയ പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ കുണ്ടലിനി ഊർജത്തിൻ്റെ പെട്ടെന്നുള്ള ശക്തമായ ഉണർവ്
കുണ്ടലിനി സിൻഡ്രോം എന്നറിയപ്പെടുന്ന ഒരു ആത്മീയ പ്രതിസന്ധിക്ക് കാരണമാകും. ഉയർന്ന ആത്മീയ അനുഭവങ്ങളെ അവരുടെ ദൈനംദിന ജീവിതത്തിലേക്ക് സമന്വയിപ്പിക്കാൻ വ്യക്തി പാടുപെടും. ഇത് വഴിതെറ്റൽ, ആശയക്കുഴപ്പം, ഉത്കണ്ഠ അല്ലെങ്കിൽ മാനസിക വിഭ്രാന്തി എന്നിവയുടെ വികാരങ്ങളായി പ്രകടമാകാറുണ്ട്. അടുത്തത് ശക്തമായ ഊർജത്തിൻ്റെ അസന്തുലിതാവസ്ഥയാണ്. കുണ്ടലിനി ഊർജം വളരെ വേഗത്തിലോ ശക്തിയായോ ഉയരുകയാണെങ്കിൽ അത് ശരീരത്തിലും മനസ്സിലും ഊർജത്തിൻ്റെ അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമാകും. ഈ അസന്തുലിതാവസ്ഥ ശാരീരിക അസ്വാസ്ഥ്യം, വൈകാരിക അസ്ഥിരത, ദൈനംദിന ജീവിതത്തിൽ സാധാരണയായി പ്രവർത്തിക്കുന്നതിൽ ബുദ്ധിമുട്ടുകൾ എന്നിവയ്ക്ക് കാരണമാകും. താൻ ജീവിച്ചുകൊണ്ടിരുന്ന ബോധതലവും പുതിയ ഉയർന്ന ബോധതലവും തമ്മിൽ പൊരുത്തപ്പെടാൻ സാധിക്കാതെ വ്യക്തി പാടുപെടും. അടുത്തത് അസാധാരണവും അനാവശ്യവുമായ മാനസിക അനുഭവങ്ങളാണ്. ചില വ്യക്തികൾക്ക് ഉയർന്ന മാനസിക കഴിവുകളോ ആത്മീയ അസ്തിത്വങ്ങളുമായുള്ള ഏറ്റുമുട്ടലുകളോ അനുഭവപ്പെട്ടേക്കാം. ഈ അനുഭവങ്ങൾ ബാലൻസ് ചെയ്യാൻ അവർ തയ്യാറായില്ലെങ്കിൽ അസ്വസ്ഥതകളും വിഷമങ്ങളും ഉണ്ടായേക്കാം. അടുത്തത് അഹത്തിൻ്റെ അല്ലെങ്കിൽ അഹങ്കാരത്തിൻ്റെ വർധനവാണ്. കുണ്ടലിനി ഉണർവ് ചിലപ്പോൾ ആത്മീയ ശ്രേഷ്ഠതയിലേക്കോ അഹംഭാവത്തിലേക്കോ നയിച്ചേക്കാം. ഇവിടെ വ്യക്തികൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് ഉയർന്ന പ്രബുദ്ധതയിൽ എത്തിയതായിട്ടാണ് വിശ്വസിക്കുക. ഇത് ഒറ്റപ്പെടലിനും അഹങ്കാരത്തിനും യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടത്തിനും കാരണമാകും. അടുത്തത് ശാരീരിക ആരോഗ്യ അപകട സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപൂർവ സന്ദർഭങ്ങളിൽ കുണ്ടലിനി ഉണർവ് സമയത്ത് പുറത്തുവിടുന്ന തീവ്രമായ ഊർജം ഭൗതിക ശരീരത്തിൽ സമ്മർദ്ദം ചെലുത്തുകയും നിലവിലുള്ള ആരോഗ്യസ്ഥിതികളെ കൂടുതൽ വഷളാക്കുകയും ചെയ്യും. വർദ്ധിച്ച ഊർജപ്രവാഹം കൈകാര്യം ചെയ്യാൻ ശരീരം ശക്തവും ആരോഗ്യകരവുമാണെന്ന് ഉറപ്പാക്കേണ്ടത് പ്രധാനമാണ്. കുണ്ടലിനി ഉണർവിൻ്റെ സമയത്ത് പ്രാണവായുവും അപാനവായുവും, അതായത് പ്രധാന വായുവും മാലിന്യം നിറഞ്ഞ വായുവും പൊക്കിൾ അല്ലെങ്കിൽ സൗരചക്രത്തിൻ്റെ സമീപം ലയിക്കുമ്പോൾ ധാരാളം ഊർജം പുറത്തേക്ക് വിടുന്നു. ഈ ഊർജം സൗരചക്രത്തെയും സക്രാൽ ചക്രത്തെയും ഹൃദയചക്രത്തെയും ഒക്കെ ഭാഗികമായി നശിപ്പിച്ചേക്കാം. ഇടിമിന്നലിൽ ഉണ്ടാകുന്ന വൈദ്യുത ആഘാതം പോലെയാണ് ഇത് സംഭവിക്കുന്നത്. ഈ സാഹചര്യം ഉണ്ടാകുമ്പോൾ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഗുരുതരമായ നിരവധി പ്രശ്നങ്ങൾ മനുഷ്യ ശരീരത്തിൽ ഉയർന്നു വരുന്നു. സൂക്ഷ്മ ശരീരത്തിലും സൂക്ഷ്മ നാഡികളിലും സംഭവിക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ ഒരു ഡോക്ടർക്കും രോഗത്തിൻ്റെ കാരണമോ ചിലപ്പോൾ രോഗമോ പോലും നിർണ്ണയിക്കാൻ കഴിയില്ല. കുണ്ടലിനി ഉണർവിൻ്റെ മറ്റൊരു അപകടകരമായ ഫലമാണ് അത് മൂന്നാം കണ്ണിൻ്റെ അല്ലെങ്കിൽ ആജ്ഞയുടെ തലത്തിലേക്ക് ഉയരുമ്പോൾ സംഭവിക്കുന്നത്. ഇത് ഒരു വ്യക്തിയുടെ ഈഗോയെ വളരെയധികം വളർത്തുകയും അത് വളരെയധികം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. വ്യക്തിക്ക് താൻ ദൈവത്തെ പോലെ ആണെന്ന് തോന്നുകയും ദൈവത്തെ പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. എവിടെയാണോ കുണ്ടലിനി ഊർജം തടഞ്ഞു നിൽക്കുന്നത് അല്ലെങ്കിൽ സ്തംഭിച്ചു നിൽക്കുന്നത് അവിടുത്തെ ബോധതലം തന്നെയാണ് പൂർണ്ണമെന്നും താൻ സത്യം കണ്ടെത്തിയതായും ആ വ്യക്തി തെറ്റിദ്ധരിക്കുന്നു. അതുപോലെ തന്നെ ആജ്ഞാചക്രത്തിൽ നിന്ന് സഹസ്രാര ചക്രത്തിലേക്ക് അപ്രതീക്ഷിതമായി കുണ്ടലിനി എടുത്ത് ചാടിയേക്കാം. വേണ്ടത്ര പക്വതയില്ലാത്ത ഒരു വ്യക്തിയിൽ ഇത് ഉടനടി തന്നെ മരണമോ ഭ്രാന്തോ മാനസിക രോഗങ്ങളോ ഉണ്ടാക്കിയേക്കാം. മനുഷ്യ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം കുണ്ടലിനിയെ ഉണർത്തൽ തന്നെയാണ്. എന്നാൽ താൻ അതിന് പാകപ്പെട്ടിട്ടുണ്ടോ, ശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് സ്വയം വിലയിരുത്തേണ്ടത് അവനവൻ തന്നെയാണ്. ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അറിവുകളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.